ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇത് കാശിയാണ്, വാരണാസി, ബനാറസ്, ഇത് മൂന്നും ഒന്ന് തന്നെയാണ്, ഒരേ സ്ഥലത്തുള്ള ഇതാണ്. ഇത് അസി ഘാട്ടിലേക്കുള്ള എൻട്രൻസ് ആണ്. അസി ഘാട്ട് എന്ന് പറയുന്നത് 88 ഘാട്ടുകളുള്ള കാശിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘാട്ടാണ്. കാരണം ആ കാണുന്ന മരത്തിൻ്റെ ചോട്ടിൽ ശിവൻ വന്നിരുന്നു എന്നൊരു ഐതിഹ്യമുണ്ട്. അതുമല്ല, ഇവിടുത്തെ വൈകുന്നേരത്തെ ഗംഗ ആരതി എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. കാരണം ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നത് ഇവിടെ നിന്നാണ്. അതിനൊക്കെ തന്നെ നല്ല രീതിയിൽ പൂജ ചെയ്യുന്നതും ഈ ഭാഗത്താണ്. ഈ കാണുന്നതാണ് അസി ഘാട്ട്. ആ കാണുന്നൊരു അമ്പലമാണ്. അതിനകത്ത് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്വാമി ഒരു പൂജയ്ക്കായിട്ട് അതുവഴി ജസ്റ്റ് പാസ് ചെയ്യുന്നുണ്ട്. ഈ ഘാട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ ടോട്ടൽ 88ഓളം ഘാട്ടുകളുണ്ട്. ഇത് 1800കളിൽ നേപ്പാളിൽ നിന്ന് വന്ന റാണ ബഹദൂർ എന്ന് പറയുന്ന ഒരു രാജാവാണ് ഇവിടെ ഘാട്ടുകൾ നിർമ്മിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘാട്ടാണ് ആദ്യം കാണിച്ച അസി ഘാട്ട്. ഇതിൽ ബാക്കിയുള്ള ഘാട്ടുകൾ ഓരോന്നായിട്ട് കാണിക്കാൻ കാരണം സമയപരിമിതിയാണ് ഏറ്റവും വലുത്. കാരണം ഇവിടെ തുടങ്ങി ആ കാണുന്ന ആ വളവ് തിരിഞ്ഞ് ആ കാണുന്ന അറ്റം വരെ ഘാട്ടുകളാണ്. ഈ അസി ഘാട്ടിൽ ശരീരം ദഹിപ്പിക്കുന്ന പരിപാടിയില്ല. അതങ്ങ് മണികർണിക ഘാട്ടിലാണ് മെയിനായിട്ട് നടക്കുന്നത്. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര ക്ലീനാണ്. അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം തിരുവനന്തപുരത്ത്, നമ്മളെ കേരളത്തിൽ തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ക്ലീൻ അല്ല കിടക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നേരിട്ട് അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിന് നല്ലൊരു വിഹിതം ഇവിടുത്തെ വൃത്തിയാക്കുന്ന ആൾക്കാർ കൊടുത്ത് ഇത് വളരെ ക്ലീനായിട്ടാണ് ഇത് സൂക്ഷിക്കുന്നത്. പിന്നെ ഇവിടെ വലിയ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ചെയ്യത്തില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു സംഭവമാണ് കാശി, വാരണാസി എന്ന് പറയുന്നത്. സോ അതിൻ്റേതായൊരു പൂർണ്ണതയിൽ ലോകത്ത് മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ ഇവിടെ വലിയ നീറ്റ് ആൻഡ് ക്ലീനാക്കി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അതുതന്നെയാണ് ഇവിടുത്തെ ഗവൺമെൻറ്റും ചെയ്യുന്നത്. പിന്നെ മഴ സീസൺ തുടങ്ങി, ഇനിയിപ്പം വെള്ളം ഈ പടി വരെ എത്തുമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. പിന്നെ ലോക്ക്ഡൗൺ ആയതുകൊണ്ടും ഏർലി മോർണിംഗ് ഇപ്പോൾ ഒരു 6:30 മണിയായാൽ അതാണ് വലിയ ആൾക്കാരൊന്നും ഇല്ലാത്തത്. ഇത് അടുത്ത ഘാട്ടാണ്, ജാനകി ഘാട്ട് എന്ന് പറയുന്നൊരു സ്ഥലമാണ് സത്യം പറഞ്ഞാൽ. ഇത് ഈ ഘാട്ടുകൾ തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല, അടുത്തടുത്ത് തന്നെയാണ്. ഓരോ 2-3 കെട്ടിടങ്ങൾക്ക് അപ്പുറം വെച്ചിട്ടാണ് ഓരോ ഘാട്ടുകളായിട്ട് തിരിയുന്നത്. ഇവിടെ വൈകുന്നേരം ഒരു 6 മണി 6:30 സമയത്ത് ഗംഗ ആരതി ഉണ്ടായിരിക്കും. അത് ഓൾമോസ്റ്റ് എല്ലാ ഘാട്ടുകളിലും ഇവിടെ ആരതി ഉണ്ട്. ബാക്കി വീഡിയോ അടുത്ത ഇതിൽ കാണിക്കാം.